വ്യൂവേഴ്സ് എല്ലാവർക്കും നമസ്കാരം. സ്നേഹക്കൂട്ട് സീരിയലിന്റെ നാളത്തെ ആ ഒരു പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെതാ നമ്മുടെ പല്ലവിയുടെയും ഇന്ദ്രന്റെയും ആ ഒരു ആദ്യ രാത്രി വന്ന് അടുത്തിരിക്കുകയാണ്. അപ്പം ഇന്ദ്രനാണെങ്കിൽ വളരെയധികം സ്നേഹമൊക്കെ കാണിച്ചു നമ്മുടെ പല്ലവിയുടെ മടിയിൽ തലവെച്ച് കിടന്നിട്ട് പറഞ്ഞു, പല്ലവി, നിന്റെ ആ ഒരു ഫോട്ടോ ആ ബ്രോക്കറെ കാണിച്ച സമയത്ത് എനിക്ക് ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇത്രയും സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെ എനിക്ക് എൻ്റെ ഭാര്യയായിട്ട് കിട്ടുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പല്ലവി, നിനക്ക് എന്നെ ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുമ്പോൾ പല്ലവി ഒരു നാണത്തോടു കൂടി അവനോട് പറഞ്ഞു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇവർ വളരെയധികം ഹാപ്പി ആയിട്ട് നിൽക്കുമ്പം, അല്ല, സമയം ഒരുപാട് അതിക്രമിച്ചു, നമുക്ക് കിടക്കണ്ടേ, ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആണ്, ആ കാര്യം മറക്കണ്ട എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പല്ലവി അവിടെ കിടക്കാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യുമ്പോഴത്തേക്കിനും അവൻ പറഞ്ഞു, അതെ, ഈ ഒരു പട്ടുസാരിയൊക്കെ കൊടുത്തിട്ടാണോ ഇന്ന് കിടക്കുന്നത്? ഞാൻ നിനക്ക് വേണ്ടി കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങി വെച്ചത് ഞാൻ തന്നായിരുന്നല്ലോ, അതെന്താ ഇടാത്തതെന്ന് ചോദിച്ചപ്പം, അതെ, അത്തരത്തിലുള്ള ഡ്രസ്സുകളൊന്നും ഞാനിടില്ല, അതൊക്കെ ഭയങ്കരമായിട്ട് നിഴലടിക്കുന്നതല്ലേ, എനിക്കതൊന്നും ഇടാൻ പറ്റത്തില്ല എന്ന് അവളിങ്ങനെ പറയുകയാണ്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഇന്ദ്രന് നല്ലതുപോലെ ദേഷ്യം വന്നു. അവൻ പറയുന്നുണ്ട്, അതെ, എപ്പോ നിന്റെ കഴുത്തിൽ ഞാൻ കെട്ടി ഈ ഒരു താലി കയറിയോ അതിനുശേഷം ഞാൻ പറയുന്നതായിരിക്കും നീ അനുസരിക്കേണ്ടത്. നീ ഈ ഇന്ദ്രന്റെ പെണ്ണാണ്, ഇന്ദ്രൻ പറയുന്നതിന് അപ്പുറം ഇപ്പുറം ഒന്നുമില്ല, ഇന്ദ്രന്റെ വാക്കുകളാണ് നീ എനിക്ക് കേൾക്കേണ്ടത്. അതുകൊണ്ട് മര്യാദക്ക് പോയിട്ട് ആ ഡ്രസ്സ് ഇടാൻ പറയുകയാണ്. അപ്പോഴത്തേക്കിനും കുറച്ച് മുന്നേ കണ്ട ആ ഒരു ഇന്ദ്രനെ അല്ല ഇപ്പൊ തൻ്റെ മുന്നിൽ നിൽക്കുന്നത്. ഇന്ദ്രന്റെ സ്വഭാവവും ഇന്ദ്രന്റെ മട്ടും ഭാവവും ഒക്കെ മാറി. അങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ പല്ലവിക്ക് ശരിക്കും തനിക്ക് ആ വീട്ടിലുള്ള ആരുമായിട്ടും പ്രത്യേകിച്ച് വലിയ അടുപ്പമൊന്നുമില്ല. അങ്ങനെ ഒരു പരിചയമില്ലാത്ത വീട്ടിലേക്ക് കല്യാണം കഴിച്ച് വന്നതാണ്. ഇനി ഇന്ദ്രനും കൂടെ തന്നോട് ഇങ്ങനെയാണ് കാണിക്കുന്നതെങ്കിൽ താൻ എന്ത് ചെയ്യും? അങ്ങനെ ഒരു നിമിഷം ഇവളിങ്ങനെ ആലോചിച്ച് നിന്നപ്പം, എന്താടി, നിനക്ക് പറഞ്ഞാൽ അനുസരിക്കാൻ പറ്റത്തില്ലേ എന്ന് ചോദിച്ചിട്ട് ഇന്ദ്രൻ നമ്മുടെ പല്ലവിയെ തല്ലാൻ തുടങ്ങുകയാണ്. അപ്പോൾ പല്ലവിക്കാണെങ്കിൽ ഇതെന്താ അപ്പം കൂത്ത്, തൻ്റെ ജീവിതത്തിൽ ഇതെന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ആ ഒരു രീതിയിലൊക്കെ അവൾ ചിന്തിച്ചു. അത്യാവശ്യം വിദ്യാഭ്യാസവും അതിനോടൊപ്പം തന്നെ ഒരു ജോലിയും സ്വന്തമായിട്ടുള്ള പല്ലവി അവിടെ അങ്ങ് പ്രതികരിക്കുകയാണ്. അവളാണെങ്കിലോ അവിടുത്തെ അമ്മ ഈ ഒരു ബഹളവും ഒച്ചപ്പാടും ഒക്കെ കേട്ട് അവരുടെ ഫ്രണ്ടിലേക്ക് വന്ന പാടെ തന്നെ അമ്മ ചോദിച്ചു, എന്താ ഇന്ദ്ര, എന്താ ഇവിടെ ബഹളം? അപ്പം ഇന്ദ്രൻ പറഞ്ഞു, ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും അമ്മയുടെ പുന്നാര മരുമോൾക്ക് അനുസരിക്കാൻ പറ്റത്തില്ല, അതിൻ്റെ ഒരു ബഹളമാണ് ഇവിടെ നടന്നത്. മോളെ, എന്താ പല്ലവി, എന്താ പറ്റിയത്? ആദ്യത്തെ ദിവസം തന്നെ നിങ്ങൾ തമ്മിൽ എന്താ ഉടക്ക് എന്നൊക്കെ ഈ അമ്മ ചോദിക്കുകയാണ്. ഉടനെ തന്നെ അവൾ നടന്ന കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു സംസ്കാരമുണ്ട്, എനിക്ക് അതനുസരിച്ച് ജീവിക്കാൻ പറ്റുള്ളൂ, എനിക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നും ഒക്കെ പറഞ്ഞു. അമ്മയാണെങ്കിൽ, മോളെ, ഒരു കുടുംബജീവിതം ആവുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിട്ടുവീഴ്ചയൊക്കെ വേണ്ടേ, നീ അതുകൊണ്ട് അമ്മ പറയുന്നത് കേൾക്കാൻ പറഞ്ഞു. ഇല്ല, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അനുസരിക്കാൻ പറ്റില്ല. അങ്ങനെ ആ അമ്മയുടെ മുന്നിൽ വെച്ച് തന്നെ നമ്മുടെ പല്ലവി അവൻ അടിക്കുകയാണ്. ഈ സമയത്ത് പല്ലവി തിരിച്ച് പ്രതികരിച്ചു. ഒന്ന് രണ്ടടിയൊക്കെ കൊണ്ടു. അതിനുശേഷം തിരിച്ചവൾ പ്രതികരിക്കുമ്പോഴത്തേക്കിനും അവിടെ ഇരുന്നൊരു ഫ്ലവർ വൈസ് എടുത്ത് അവൻ്റെ തലമണ്ടയ്ക്ക് ഒരു അടി കൊടുത്തു. അങ്ങനെ ആ സൈക്കോ അവിടെ താഴെ വീഴുകയാണ്. അവിടെ വീണ് കിടക്കുന്ന അവനാണെങ്കിലോ നിലവിളിക്കുന്നൊക്കെ ഉണ്ട്, അമ്മയെ ഓടി വരൂ എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ അവൻ്റെ അമ്മയും എത്തി. ഇനി ഒരു നിമിഷം താൻ ഈ വീട്ടിൽ നിൽക്കില്ല എന്നുള്ള ആ ഒരു ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് നമ്മുടെ പല്ലവി ആ വീടിൻ്റെ പടി ഇറങ്ങുകയാണ്. പിന്നീടാണെങ്കിലോ രാത്രിയാണ്. അപ്പോൾ ഈ സമയത്ത് അവൾ ഇറങ്ങി റോട്ടിലൂടെ നടക്കുന്ന ആ ഒരു സമയം നമ്മുടെ സേതുവിൻ്റെ വണ്ടിക്ക് മുന്നിലാണ് വന്ന് എത്തുന്നത്. ഇന്ന് കല്യാണം നടത്തിയത്, അതും തൻ്റെ 16ാമത്തെ ആ ഒരു കല്യാണം. അങ്ങനെ റോഡിലൂടെ പാതിരാത്രി വരുന്ന പല്ലവിയെ കാണുമ്പോഴത്തേക്കിനും സേതു വണ്ടി നിർത്തി. അല്ല പല്ലവി, എന്താ ഈ സമയത്ത്, അതും ഇവിടെ? അതൊക്കെ ഉണ്ട്. അല്ല പല്ലവി, തനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ താൻ ഇപ്പം ഈ സമയത്ത് ഇറങ്ങി പോകുന്നത് എന്നൊക്കെ സേതു ചോദിക്കുമ്പം, എനിക്കൊരു സ്ഥലം വരെ പോകണം, ഇയാൾക്ക് എന്നെ അവിടെ കൊണ്ട് വിടാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് പല്ലവി. ആയിക്കോട്ടെ, എവിടെയാ പോവേണ്ടത്? എനിക്കിപ്പോൾ പോവേണ്ടത് പോലീസ് സ്റ്റേഷനിലേക്കാണെന്ന് ഒരു കൂസലും ഇല്ലാതെ ആ പെങ്കൊച്ച് പറയുകയാണ്. ഇത് കേൾക്കുമ്പം നമ്മുടെ സേതു ശരിക്കൊന്ന് ഞെട്ടി. എടോ, താൻ എന്താ ഈ പറയുന്നത്? പോലീസ് സ്റ്റേഷനിലേക്കോ? അതിനു വേണ്ടി എന്ത് പ്രശ്നം ഉണ്ടായത്? അതവിടെ ചെല്ലട്ടെ, അവിടെ ചെന്നിട്ട് അവിടെയുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ സേതു പല്ലവിയും കൂട്ടിയിട്ട് സ്റ്റേഷനിലെത്തുകയാണ്. ഈ സമയത്താണെങ്കിലോ
നമ്മളെ കാണിക്കുന്നത് സ്റ്റേഷനിലിരിക്കുന്ന ആ ഒരു SI ആണ്. പുള്ളിക്കാരി അത്യാവശ്യം ഗൗരവക്കാരിയാണ്. അവിടെ മുന്നിൽ പരാതിക്കാരിയായിട്ട് വന്ന് നിൽക്കുന്ന പെൺകുട്ടി ഇന്ന് വിവാഹിതയായതാണെന്നും അവളുടെ വിവാഹം വളരെ ഗംഭീരമായിട്ട് നടത്തി കൊടുത്തിയത് സേതുമാധവനാണ് എന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ ആ മേഡം വിളിച്ചു, സേതു നിനക്ക് ഇവരെ എങ്ങനെയാണ് പരിചയം? മാഡം ഞാൻ ഇവന്റ് മാനേജ്മെന്റ് നടത്തുന്നുണ്ടല്ലോ, ആ ഒരു പരിചയത്തിന്റെ പുറത്ത് ഇവരുടെ വിവാഹം നടത്തി കൊടുത്തതാണ്. പിന്നെ എന്താ സംഭവിച്ചത് എന്നൊന്നും എനിക്കറിയത്തില്ല മാഡം. അങ്ങനെ മാഡം കാര്യങ്ങളൊക്കെ അങ്ങനെ അന്വേഷിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ പല്ലവിയാണെങ്കിൽ ഒരു കൂസലും കൂടാതെ ആ വീട്ടിൽ നടന്ന സകല കാര്യങ്ങളും അവൾ ആ SIക്ക് മുന്നിൽ ഇങ്ങനെ നിരത്തുകയാണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് മനസ്സിലായി ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് തന്നെയാണ് ന്യായം എന്നുള്ള രീതിയിൽ. പക്ഷെ അവിടെയും കാശും സ്വാധീനവും ഒക്കെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ. അത്തരത്തിലുള്ള ഒരു പ്രമോ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ നാളത്തെ സ്നേഹക്കൂട്ട് സീരിയലിന്റെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.